ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് നൈറ്റ് വിത്ത് ഡ്യൂക്ക് എന്ന കൊറിയൻ ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഷായിൻ്റെ ഒപ്പം എപ്പോഴും അവളുടെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫ്രണ്ടായി നടന്ന ഊണ് തന്നെയാണ് അവളെ കൊല്ലാനായിട്ട് നോക്കിയതെന്നും മാത്രമല്ല കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലായിട്ട് ഷായനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ ഒരു കിഡ്നാപ്പറെ കൊന്നത് ഈബൺ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഷാ ചോദിക്കുമ്പോൾ ഷായ്ക്ക് തന്നെ വിശ്വാസമില്ലെന്നും ഷാ ആദ്യം കണ്ടപ്പോൾ അവനെ പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ അവളുടെ ജഡ്ജ്മെന്റ് ആണെന്നും പക്ഷെ ശരിക്കും ഇവിടെ എന്താണെന്ന് ഷാ മനസ്സിലാക്കിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമമായിട്ട് ഈബിളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി നേരിട്ട് കിങ്ങിനെ കണ്ട് കിങ് അവന് കൊടുത്തിരുന്ന ആ ഒരു ഡ്യൂട്ടി, അതായത് നേരത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ വയസ്സായിട്ടുള്ള ഒരാളെ കൊല്ലാനായിട്ടുള്ള ഡ്യൂട്ടി അവൻ നടത്തിയെന്ന് അവനിപ്പോ കിങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തോ ആലോചിക്കുന്ന ഈബണ്ണെ നമ്മളെ കാണിക്കുന്നുണ്ട്. കാരണം ഒരു വശത്ത് അവൻ ഒത്തിരി അധികം സ്നേഹിക്കുന്ന ഛായ ആകട്ടെ ഇനി വാള് കൈകൊണ്ടെടുത്ത് ആരെയും കൊല്ലരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് അവൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന അവന്റെ ആ ഒരു ജോബ് അല്ലെങ്കിൽ കിങ്ങിനോടുള്ള അവന്റെ ആ ഒരു ലോയാലിറ്റി, ഇതിലേതാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാണ്ട് ഒരു കൺഫ്യൂഷൻ ലെവലിൽ നിൽക്കുമ്പോൾ അവന്റെ കാർഡ് പവനാന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ നേരം ഊണാകട്ടെ ഇപ്പോ പ്രിൻസ് ആയിട്ടുള്ള സിയോങ്ങിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം ഊൺ ഓൾറെഡി ഒരു കിഡ്നാപ്പറെ കൊന്നുകളയുന്നത് സിയോൺ മനസ്സിലാക്കിയിട്ടും ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാണ്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്നും അതിന് പുറകിലുള്ള അവന്റെ ഉദ്ദേശവും അവളിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്നും അതെല്ലാ കാര്യങ്ങളും ഇനി അധികം വൈകാതെ അറിയുമെന്നും അവനിപ്പോ പറയുന്നുണ്ട്. മാത്രമല്ല അവനാണ് ആ ഒരു കിഡ്നാപ്പറെ 2ാം വട്ടം കുത്തി കൊന്നിട്ട് അവന്റെ ആൾക്കാരെ കൊണ്ട് ആ ബോഡി ഡിസ്പോസ് ചെയ്യിപ്പിച്ചെന്നും അവനിപ്പോ റിവീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് ഊണയെപ്പോ ചായനെ പോയിട്ട് കണ്ടിട്ട് അവളോട് വിശേഷം തിരക്കാനെന്ന ഭാവത്തില് ഓരോന്ന് പറഞ്ഞ് ഇബിനെ പറ്റിയുള്ള റൂമേഴ്സ് എങ്ങനെ അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചായയുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന ഒന്നും മനസ്സിലാവാത്ത ചായ ഇപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കിങ്ങിന്റെ പണ്ടത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരാളെ ഈബൺ കൊന്നുവെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഒരുപാട് പേര് ഇവിടെ മരിച്ചു വീഴുന്നൊക്കെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് മനഃപൂർവ്വം തന്നെ ചായന്റെ മനസ്സിൽ ഒരു കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഊണയിപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ഈബൺ അങ്ങനത്തെ ഒരാളല്ലെന്നും അത് വെറും റൂമേഴ്സ് ആണെന്നും ചാ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇവിടെ ചായനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ആ ഒരു കിഡ്നാപ്പറെ അറേഞ്ച് ചെയ്തത് എന്റെ ആദ്യം കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ കണ്ട വില്ലത്തി ആയിരുന്ന സണ്ണാണെന്ന് പറഞ്ഞ് റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവളുടെ അച്ഛനിപ്പോ അവളെ ഒരു ടെമ്പിളിൽ കൊണ്ടുവന്ന് ആക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ ഇരുന്നാ പോരെന്നും എങ്ങനെയെങ്കിലും തന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുമായിട്ട് അവള് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം ജങ് ആണെങ്കിൽ അവന് ഊണിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പേപ്പറും എടുത്ത് വീണ്ടും അവളെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. പിന്നീട് തനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഒരു പേപ്പർ അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അതില് അവള് ഈബന്റെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് കോപ്പി അടിച്ചിട്ട് ആ ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അവള് ഷായിനെ അവരാദ്യം കണ്ട ആ ഒരു സ്ഥലത്തേക്ക് വരുത്തി പിന്നീട് അവളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തെന്നൊക്കെ ജങ്ങിന് ഇപ്പൊ മനസ്സിലായിട്ട് ആ ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോ അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പേപ്പർ കാണിച്ചു കൊടുത്തിട്ട് ദയവ് ചെയ്ത് എനിക്കിതൊക്കെ തോന്നിയതാണെന്ന് പറയാനായിട്ട് അവൻ അവളോട് ആവശ്യപ്പെടുമ്പോഴും അവളിപ്പോ ഒന്നും തന്നെ നോക്കാണ്ട് അവൾ ചെയ്ത കുറ്റം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ലോകത്ത് നല്ല ഫാമിലിയിലും നല്ല റിച്ച് ബാക്ക്ഗ്രൗണ്ടിലും ജനിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നും തങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്കൊന്നും കഴിഞ്ഞു പോകാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഓരോ എക്സ്ക്യൂസുകൾ ഉണ്ടാക്കുന്നത്. ഇത് കേട്ട് ഇങ്ങനെ ഒരാളെ കൊല്ലാൻ മാത്രം ഇത്രയും ക്രൂവാലിറ്റി നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ജങ് ഇപ്പോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കണ്ട കാര്യങ്ങളൊക്കെ താൻ ഈബൺ അറിയിക്കാൻ പോവാണെന്ന് അവൻ പറയുമ്പോൾ നീ ഇതെന്തായാലും ഈബന്റെ അടുത്ത് പറയുന്നില്ലെന്നും കാരണം ഇപ്പൊ ഈബൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കിങ്ങിന് എതിരായിട്ട് കിങ്ങിനെ പുറത്താക്കി പുതിയൊരു രാജാവിനെ എലക്ട് ചെയ്യാനായിട്ട് സീക്രട്ട് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരുടെ ആ ഒരു ഗ്രൂപ്പിനെ ഹൊക്സ ക്ലാൻ എന്നാണ് അവര് വിളിച്ചിരുന്നത്. സോ ആ ഒരു ക്ലാനിലെ മെമ്പറാണ് ജങ്ങിന്റെ അച്ഛനെന്നും അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നീ ഈബണ്ണെ അറിയിക്കുകയാണെങ്കിൽ നിന്റെ അച്ഛനെയും നീ ഒറ്റ കൊടുക്കേണ്ടി വരുമെന്നും അവളിപ്പോ അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇതും കൂടി കേട്ട് ആകെ തളർന്നു പോകുന്നുണ്ട് ജങ്. ഇതേ നേരത്ത് ആ ഒരു കിഡ്നാപ്പറിന്റെ ബോഡി നോക്കുമ്പോൾ അയാളുടെ മേത്ത് 2 കുത്തുണ്ടെന്നും അതിന്റെ ആംഗിളും പൊസിഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യം കുത്തിയത് ഇതുവരെ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു വിമൺ ആണെന്നും 2ാം പ്രാവശ്യം കുത്തിയിരിക്കുന്നത് ഒരാളെ കൊല്ലാനായിട്ടുള്ള വൈറ്റൽ സ്പോട്ടുകളൊക്കെ നല്ലവണ്ണം അറിയുന്ന ഒരു കില്ലർ തന്നെയാണെന്ന് ഈ പെണ്ണ് മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് കിങ് അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് ശരിക്കും കിങ് അവനെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം അവൻ കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് കിങ് അവനോട് ഒരാളെ കൊല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഈബൺ ആകട്ടെ അയാൾ അങ്ങനെ അയാളുടെ മകളുടെ വിവാഹത്തിനൊക്കെ കൂടണം എന്നൊക്കെ അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ആക്ച്വലി അയാൾ കൊന്നു എന്ന ഒരു പ്രൂഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസം കൂടി അയാളുടെ ആയുസ് നീട്ടി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ ഒരു കാര്യം അവനെ ശത്രു ആയിട്ടുള്ള സിയോങ് തന്നെ കിങ്ങിനെ അറിയിച്ച് കിങ്ങാകട്ടെ തന്നെ ഈബൺ ബീട്രേ ചെയ്തു അവൻ തന്നോട് ലോയൽ അല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോ അവൻ കിങ്ങിനെ വഞ്ചിച്ച് ചെയ്തത് ഒരു രാജ്യദ്രോഹമാണെന്നും പക്ഷെ അവൻ ഇത്രയും നാള് കിങ്ങിന് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് അവന് ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസും കൂടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓൾഡ് മാനെ ആ ഒരു കോർട്ടിൽ വെച്ച് തന്നെ കൊന്നുകളയാനായിട്ട് കിങ് ഇപ്പോ ഈബന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇവനാകട്ടെ ആദ്യം അവന്റെ സ്വോർഡൊക്കെ എടുക്കുന്നുണ്ട്
പറയുന്നുണ്ടെങ്കിലും പിന്നീട് ചാവിനോട് ഇനി ആ ഒരു വാള് വെച്ച് ആരെയും കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർമ്മിക്കുമ്പോൾ അവൻ തനിക്ക് ഇനി ആരെയും കൊല്ലാൻ സാധിക്കില്ലെന്ന് കിങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ അത് കേട്ടിട്ട് കിങ്ങിന് കൂടുതൽ ദേഷ്യം വരുന്ന അതേ സമയത്ത് തന്നെ പുറകീന്ന് സിയോങ് വന്നിട്ട് ആ ഒരു ഓൾഡ് മാനെ വാളെടുത്ത് വെട്ടി അദ്ദേഹത്തിന് കൊന്നുകളയുന്നുണ്ട്. ഇതോടുകൂടി തന്നെ കിങ് പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അനുസരിക്കുന്ന കിങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സിയോങ്. അങ്ങനെ പാലസിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ചായിന്റെ അച്ഛനിപ്പോ ഈ കാര്യങ്ങളൊക്കെ വന്ന് അവളുടെ അടുത്ത് പറയാണ്. പക്ഷെ ഈ ഒരു സമയത്താണ് താൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളെന്നും ഈബൻ ശരിക്കും ആരെയും കൊന്നിട്ടില്ലെന്നും വെറുതെ അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള തന്നോട് അത്രയും ലോയൽ ആയിട്ടുണ്ടായിരുന്ന ഈബണ്ണെ അവൾ തെറ്റിദ്ധരിച്ചതാണെന്നും വെറും ഒരു സെക്കൻഡെങ്കിലും അവള് ഈബണ്ണെ സംശയിച്ചതൊക്കെ ആലോചിച്ച് അവളിപ്പോ ഭയങ്കര ഡെസ്പാകുന്നുണ്ട്. കാരണം എന്റെ മകളുടെ മാരേജിന്റെ കാര്യം ആ ഒരു ഓൾഡ് മാൻ പറഞ്ഞ കാരണം കൊണ്ടാണ് ഈബൺ അയാളെ കൊല്ലാതിരുന്നത്. ഇവന്റെ മനസ്സിലേക്ക് ആ ഒരു ചേഞ്ചും ഹ്യൂമാനിറ്റിയൊക്കെ കൊണ്ടുവന്നത് താനാണെന്നും തന്റെ വാക്കുകൊണ്ടാണ് അവനിപ്പോ പാലസിൽ നിന്ന് ഡിസ്മിസൽ കിട്ടിയിരിക്കുന്നതെന്നും അധികം വൈകാതെ തന്നെ ഇതിന് പണിഷ്മെന്റ് ഉണ്ടാവുമെന്നും അവൾക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്. ഇതിനേരം ഈബണ്ണെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ അവന്റെ വാളും എടുത്തിട്ട് നേരെ ഊണിനെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അതായത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ജങ് ഈബണ്ണെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജങ് നിന്ന് സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഈബൺ ഊണിയുടെ അടുത്ത് എത്തിയിട്ട് പിന്നീട് അവളെ അവിടുത്തെ പിടിച്ചുകൊണ്ട് ഒരു ജയില് പോലെ ഉള്ള ഒരു സ്ഥലത്ത് അടച്ചു വെക്കുന്നുണ്ട്. കാരണം ആ ഒരു കിഡ്നാപ്പറെ കൊന്നത് അവളാണെന്നും പക്ഷെ അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആ ഒരു വ്യക്തി ആരാണെന്നും ഈബൺ അറിയുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പൊ അവൻ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ചായന്റെ നല്ലൊരു ഫ്രണ്ടിനെ കൂടി ആയതുകൊണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞ ചായക്ക് വിഷമാവൂന്നും അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ഈബൻ തിരികെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി വന്ന് ഈബന്റെ മേത്തേക്ക് കുറെ മുട്ടകളൊക്കെ എറിഞ്ഞ് എന്റെ ഹസ്ബൻഡിനെ കൊന്നത് അവനായിരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് അവനെ ശപിച്ചുകൊണ്ട് അവന്റെ മേത്തേക്ക് ഈ മുട്ടകളൊക്കെ എറിയുമ്പോൾ ചാപ്പ് ഓടി വന്ന് എന്റെ മുമ്പിൽ നിന്ന് അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. പിന്നീട് അവര് സംസാരിക്കുമ്പോൾ തെറ്റ് തന്റെ ഭാഗത്താണെന്നും ഒരു മിനിറ്റ് എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ താൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി അവനെ മിസ്ജഡ്ജ് ചെയ്തു എന്നൊക്കെ ചായ ഇപ്പൊ ഏറ്റു പറഞ്ഞ് അവന്റെ അടുത്ത് സോറി ഒക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവരിപ്പോ പരസ്പരം അവരുടെ തെറ്റിദ്ധാരണകൾ എല്ലാം പറഞ്ഞ് ഷെയർ ചെയ്ത് പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈബൻ ഓൾറെഡി കിങ്ങിന്റെ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചതുകൊണ്ടും അതുകൊണ്ട് തന്നെ അവന് നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടും കൂടാതെ സിയോങ്ങിന് മാത്രമേ ഇങ്ങനോട് എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ വിശ്വസിപ്പിച്ച് ഈബനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് എന്റെ എനിമിയാണെന്ന് അറിഞ്ഞിട്ട് പോലും താ ഇപ്പൊ നേരെ സിയോങ്ങിനെ ചെന്ന് കണ്ടിട്ട് അവനോട് എങ്ങനെയെങ്കിലും ഈബനെ രക്ഷിക്കുവാനും അതിന് പകരം താൻ എന്ത് വേണമെങ്കിലും ചെയ്യാനും അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുമ്പോൾ സിയോങ് നേരെ കിങ്ങിനെ പോയി കണ്ടിട്ട് ഈബന് തൽക്കാലത്തേക്ക് പണിഷ്മെന്റുകളൊന്നും കൊടുക്കണ്ടെന്നും പകരം അവനെ ബോർഡറിലേക്ക് അയക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ബോർഡറിൽ ഇപ്പൊ അവരുടെ കൺട്രിയും വേറൊരു കൺട്രിയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇവിടേക്ക് പോയവരാരും തിരികെ വന്നിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്രില്യന്റും ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആളെ അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ രണ്ട് കൺട്രികളും തമ്മിലുള്ള പ്രോബ്ലംസ് ഒക്കെ തീർത്ത് എല്ലാം സെറ്റ് ആവുമെന്നും അവൻ മനഃപൂർവ്വം കിങ്ങിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കിങ് ഈ ഒരു കാര്യം ഈബനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുമ്പോൾ നേരത്തെ ഈ കിങ്ങിനെതിരായിട്ട് പുതിയ ഭരണത്തിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൗസ്ക എന്ന് പറയുന്ന ക്ലാനിന്റെ ലീഡറായിട്ട് ഇരിക്കുന്ന സിയോങ്ങിനെയാണ് കാണിക്കുന്നത്. സോ ഇതിലൂടെ തന്നെ സിയോങ് കിങ്ങിനോട് ഒട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലെന്നും പകരം അവൻ എപ്പോഴും കിങ്ങിന്റെ ഒപ്പം നടക്കുന്നത് ഇങ്ങനെ വിശ്വാസമൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റി അയാളെ ചതിച്ച് ഒരു ത്രോൺ സ്വന്തമാക്കാനാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അവനെ രക്ഷപ്പെടുത്തിയെന്ന് ജങ്ങിന്റെ അച്ഛനടങ്ങുന്ന ബാക്കി ഹൂസ്ക ക്ലാനിലെ ആൾക്കാരെ ചോദിക്കുമ്പോൾ ഇപ്പൊ എങ്ങനെ പോയാലും ബോർഡറിലേക്ക് പോയ ഒരാൾ തിരികെ വരില്ലെന്നും കാരണം അവിടെയുള്ളത് അവരുടെ അത്രയും കട്ട എനിമീസ് ആണെന്നും അവരുടെ കയ്യിൽ എത്ര വലിയ ആള് പെട്ടുപോയാലും അവർക്കൊരിക്കലും തിരികെ ജീവനോടെ ഇവിടെ എത്താൻ സാധിക്കില്ലെന്നും സിയോങ് ഇപ്പോൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ പെണ്ണ് ബോർഡറിലേക്ക് പോയേണ്ടി വരുമെന്നും കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് മാത്രമേ അവന് തിരികെ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ചായപ്പോ അവനെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവരിപ്പോ ചാ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രണ്ടുപേര് മാത്രം അടങ്ങുന്ന വെഡിങ് സെറമണിയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് അവർ രണ്ടുപേരും കൂടി കപ്പിൾ റിങ്സ് എക്സ്ചേഞ്ച് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് മാരി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ടൈം മുതൽ ഒരു ഹസ്ബൻഡും വൈഫും ആവാണ്. മാത്രമല്ല അവനിങ്ങനെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ തിരികെ ജീവനോടെ എത്താൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നീ ഈബണാണെന്നും നീ എന്തായാലും തിരികെ വരുമെന്നും വളരെ കോൺഫിഡന്റ് ആയിട്ട് അവൾ പറഞ്ഞ് പിറ്റേ ദിവസം അവനെ യാത്രയാക്കാൻ നേരം അതേ ചിരിയോടെയും സന്തോഷത്തോടെയും കൂടി ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇവനെ അവൾ യാത്രയാക്കുന്നുണ്ടെങ്കിലും അവൻ പോയി സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ അവൾക്കാകെ വിഷമമായിട്ട് അവൾ അവിടെ നിന്ന് കരയുമ്പോൾ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് ഈബൻ അവിടേക്ക് എത്തി ഒരു വട്ടം കൂടി അവളെ ഹഗ് ചെയ്ത് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചാ അവന് അവള് തന്നെ എംബ്രോയിഡറി ഒക്കെ ചെയ്തു കൊടുത്ത് ഒരു ഹാൻഡ് കർച്ചീഫ് എപ്പോഴും കയ്യിൽ വെക്കണേന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ തലേ ദിവസം താനും ഈബണും കൂടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരേജ് നടത്തിയെന്ന് ഷാ ഇപ്പോൾ അവളുടെ മേഡിനോടും പാരന്റ്സിനോടൊക്കെ പറഞ്ഞ് അവരുടെ പെർമിഷനോട് കൂടി തന്നെ അവളിപ്പോൾ ഈബന്റെ വൈഫ് ആയതുകൊണ്ട് നേരെ ഈബന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവളിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് സാത്ര
പാത്രങ്ങളൊക്കെ എടുക്കുന്നതിന്റെ ഇടയിൽ അവിടെ വെച്ച് വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൈച്ചെയിൻ പോലത്തെ സാധനം അവൾ കാണുന്നുണ്ട്. ഇത് കണ്ട് അവളൊന്ന് ഷോക്ക്ഡായി തന്നെ പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്ക് വളരെ സഹിക്കാനാവാത്ത രീതിയിൽ ഒരു തലവേദന വരുമ്പോൾ പ്രസന്റ് വേൾഡിലും ചായ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജോസിയൻ ഏരിയയിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്ന റിയൽ ആയിട്ടുള്ള ചായക്ക് മോഡേൺ വേൾഡിൽ ഇരുന്നുകൊണ്ടും അതുപോലെ തന്നെ ഒരു പെയിൻ വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ജോസിയൻ ഏരിയയിലും റിയൽ വേൾഡിലുള്ള രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ട്രാവൽ ചെയ്ത് പോയതും അതിന് ഒരു കണക്ഷൻ ആയിട്ടാണോ ആ ഒരു ജ്വല്ലറി വന്നിരിക്കുന്നുള്ള ഒരു ഡൗട്ടും കൂടി കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിവേ ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ, ബൈ.